പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317ന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 19ാമത്തെ ചാപ്റ്ററായ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന അധ്യായം, അതായത് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളും ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ 19ാമത്തെ ചാപ്റ്റർ വരുന്ന ഗൈഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് അവതരിപ്പിക്കുന്നത്. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിലാണ് അവതരിപ്പിക്കുന്നത്. മലയാള മീഡിയക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ബോർഡിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുന്നത്. നിങ്ങളുടെ ഗൈഡിലും ഇതേ രീതി തന്നെയാണ് പറയുന്നത്. ഏകദേശം ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 6 ക്വസ്റ്റ്യൻസ് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് പൊളിറ്റിക്കൽ പാർട്ടീസ്? എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പൗരന്മാരുടെ ഒരു സംഘടിതപരമായ ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന പൗരന്മാരുടെ സംഘടിതപരമായ ഒരു ഗ്രൂപ്പിനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യമാണ്. അപ്പൊ ജനാധിപത്യ സംവിധാനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നതും അവരുടെ മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകത, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം, ഫീച്ചേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം, നേച്ചർ എന്ന് പറയാം. എന്തൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ? എന്തെല്ലാം? ജനങ്ങൾ സംഘടിതമായിരിക്കും എന്നുള്ളതാണ്. സംഘടിതമാണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. രണ്ടാമത്, പൊതുവായ ചില വിശ്വാസങ്ങളും ആദർശങ്ങളുടെ പേരിലാണ് ഈ ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളായ ജനങ്ങൾ സംഘടിപ്പിക്കുന്ന ചില പൊതുവിശ്വാസങ്ങളും ആദർശങ്ങളാണ്. 3, ഭരണഘടനാനുസൃതമായ മാർഗങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിക്കുന്നത്. 4, ദേശീയ താല്പര്യത്തിന്റെ പോഷണത്തിലാണ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നിലനിൽപ്പ് വരിക. ഇതിൽ മൂന്നാമത്തെ ചോദ്യമാണ്, ഡിസ്കസ് ദി വേരിയസ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. വ്യത്യസ്ത തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. ഒരു രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ എണ്ണം അവിടെ നിലവിലുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കക്ഷി വ്യവസ്ഥ ഏകകക്ഷി, ദ്വികക്ഷി, ബഹുകക്ഷി ഇങ്ങനെ ആകാം. അതിൽ ഒന്നാമത്തേന് ഏകകക്ഷി സമ്പ്രദായമാണ്. രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നാമത്തേന് ഏകകക്ഷി, 1 പാർട്ടി സിസ്റ്റം ആണ്. 20ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത കക്ഷി സമ്പ്രദായമാണ് ഏകകക്ഷി സമ്പ്രദായം. 1ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ തുർക്കി, ഇറ്റലി, ജർമ്മനി, സ്പെയിന്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലാണ് ഏകകക്ഷി സമ്പ്രദായം നിലവിൽ വന്നത്. 2ാം ലോക മഹായുദ്ധത്തോടെ ഏകകക്ഷി ഭരണം അവസാനിച്ചു. ഏകകക്ഷി ഭരണം സ്വേച്ഛാധിപത്യത്തിന്റെ മറ്റൊരു രൂപമാണ്. രണ്ടാമത്തെയാണ് ബൈ പാർട്ടി അല്ലെങ്കിൽ 2 പാർട്ടി സിസ്റ്റം, ദ്വികക്ഷി സമ്പ്രദായമാണ്. 2 പ്രമുഖ കക്ഷികൾ മാത്രമുള്ള രാഷ്ട്രീയ വ്യവസ്ഥയാണ് ദ്വികക്ഷി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു കക്ഷി ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു കക്ഷി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ഇംഗ്ലണ്ട്, കാനഡ, US എന്നീ രാജ്യങ്ങളിലാണ് ദ്വികക്ഷി ഭരണവ്യവസ്ഥ ഉള്ളത്. റിപ്പബ്ലിക്കൻ കക്ഷിയും ഡെമോക്രാറ്റിക് കക്ഷിയുമാണ് അമേരിക്കയിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ. മൂന്നാമത്തേന് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് ബഹുകക്ഷി സമ്പ്രദായമാണ്. 2-ലധികം രാഷ്ട്രീയ കക്ഷികളുള്ള സ്ഥലങ്ങളാണ് ബഹുകക്ഷി വ്യവസ്ഥ. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാന്, സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലാണ് ഇതല്ല. അപ്പൊ 3 തരം രാഷ്ട്രീയ കക്ഷിയാണ്. 1 ഏകകക്ഷി, 2 ദ്വികക്ഷി, 3 ബഹുകക്ഷി എന്ന് പറയും.
ഈ നാലാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്കസ് ദി എവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിണാമത്തെ കുറിച്ച് വിവരിക്കാനാണ്. ഇന്ത്യൻ കക്ഷി വ്യവസ്ഥ ആധാരമാക്കിയിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ സ്വഭാവം, പ്രാദേശിക സംസ്കാരങ്ങളുടെ വൈവിധ്യം, വിശാലമായ പ്രദേശം എന്നിവയിലാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷി വ്യവസ്ഥയുടെ ഉത്ഭവം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവിർഭാവത്തോടാണ്. ഇന്ത്യയിലെ കക്ഷി വ്യവസ്ഥയുടെ ആദ്യ ഘട്ടത്തിന് ഏകകക്ഷി മേൽക്കോയ്മ സമ്പ്രദായമാണ് വിശേഷിപ്പിക്കുന്നത്. അന്ന് കേന്ദ്ര സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ. രണ്ടാം ഘട്ടം വരുന്നത് 1967 മുതൽ 75 വരെയുള്ള ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലഘട്ടം വരെയുള്ള 2 വർഷങ്ങളാണ്. 1977 കോൺഗ്രസിന്റെ പരാജയം മുതൽ 1980 കോൺഗ്രസ് തിരിച്ചു വരുന്നതിനുള്ളതാണ് 4ാം ഘട്ടം. ജനതാ പാർട്ടിയുടെ പിളർപ്പ് മുതൽ രാജീവ് ഗാന്ധി ഭരണത്തിന്റെ അവസാനം വരെയുള്ള ഘട്ടമാണ് 5ാം ഘട്ടം. 1989 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ മുന്നണി സർക്കാർ രൂപം കൊണ്ടതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അവസാന ഘട്ടം എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് അബൌട്ട് ദി മേജർ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാന ദേശീയ പാർട്ടികളെ കുറിച്ച് വിവരിക്കുക. ഇന്ത്യയിലെ പ്രധാന ദേശീയ പാർട്ടികൾ ഏതൊക്കെയെന്നുള്ളതാണ്. അതില് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളിൽ ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1885 A.O. ഹ്യൂം സ്ഥാപിച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ ബഹുജന ശ്രദ്ധ ഇളക്കി വിടാനാണ് കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടത്. മഹാത്മാഗാന്ധി നേതൃത്വം ഏറ്റെടുക്കുന്നത് വരെ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന് പല വിജയ പരാജയങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ ഖ്യാതി മുഖ്യമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെയാണ്. സ്വാതന്ത്ര്യ പ്രാപ്തിയോടുകൂടി ഇന്ത്യയിൽ പുതിയൊരു രാഷ്ട്രീയ സാമൂഹ്യ ക്രമം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് പ്രതിജ്ഞ എടുത്തു. രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക നീതിയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം എന്നിവ നയിക്കപ്പെടുന്ന സാമൂഹ്യ ക്രമം പൊതുമേഖലയുടെ സദര വികസനത്തിന് കാരണമാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. സ്വകാര്യ മേഖലക്ക് സ്ഥാനം ഉണ്ടായിരിക്കുമെങ്കിലും പൊതുമേഖലക്ക് മുൻഗണനയും പ്രാധാന്യമുള്ള ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത്. ഒരു സാമൂഹ്യ വിപ്ലവം കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ജാതീയത, വർഗീയത, പ്രാദേശികത്വം മുതലായവ കോൺഗ്രസ് എതിർക്കുന്നു. മതേതരത്വമാണ് കോൺഗ്രസ് എന്ന പ്ലാറ്റ്ഫോമിന്റെ പ്രധാന അടിത്തറ. വിദേശ നയത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചശീലവും ചേരിചേരാ നയമാണ് കോൺഗ്രസിനെ നയിക്കുന്ന ചിന്താഗതികൾ. 1969 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായ ഒരു പിളർപ്പുണ്ടായി. അതിന്റെ ഫലമായി വ്യത്യസ്തങ്ങളായ 2 കോൺഗ്രസ് പാർട്ടികൾ രൂപം കൊണ്ടു. ഭരണ കോൺഗ്രസും സംഘടനാ കോൺഗ്രസും. ഭരണ കോൺഗ്രസിന്റെ നേതൃത്വം ശ്രീമതി ഇന്ദിരാഗാന്ധിയും സംഘടനാ കോൺഗ്രസിന്റെ നേതൃത്വം ശ്രീ കമരാജിനുമായിരുന്നു. ജനതാ പാർട്ടി രൂപം കൊണ്ടപ്പോൾ സംഘടനാ കോൺഗ്രസ് പാർട്ടി അതിൽ ലയിക്കുകയുണ്ടായി. 1978 ജനുവരിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടായി. അതിന്റെ ഫലമായി വ്യത്യസ്തങ്ങളായ 2 കോൺഗ്രസ് പാർട്ടികൾ രൂപം കൊണ്ടു. ഭരണ കോൺഗ്രസും സംഘടനാ കോൺഗ്രസും. പിന്നെ വരുന്നതാണ് BJP, ഭാരത ജനതീയ പാർട്ടി എന്ന് പറയുന്നത്. ജനതാ പാർട്ടിയിൽ ഉണ്ടായ പിളർപ്പിന്റെ ഫലമായാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടത്. കോൺഗ്രസ് ഐയുടെ പിന്തുണയോടെ നിലവിൽ വന്ന ചരൺ സിംഗ് മന്ത്രിസഭയിൽ കോൺഗ്രസ് യുവിനും പങ്കാളിത്തം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഐയുടെ പിന്തുണ തുടർന്ന് ലഭിക്കാതിരുന്നാൽ കുറച്ചു ദിവസത്തിന് ശേഷം ഈ മന്ത്രിസഭയിൽ രാജിവെക്കേണ്ടി വന്നു. BJP ജനതാ പാർട്ടി ഗവൺമെന്റിലെ വിദേശകാര്യ മന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഈ പാർട്ടിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വാജ്പേയിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ BJP ഭരണകക്ഷിയായ കോൺഗ്രസ് ഐക്ക് ബലമായ ഒരു ദേശീയ കക്ഷിയാകുവാൻ കിളഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ജനാധിപത്യം, നിയമാനുഷ്ഠാനം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടി BJP നിലകൊണ്ട് ബോംബെയിൽ സമ്മേളിച്ച പാർട്ടിയുടെ പ്രഥമ ത്രിദിന ദേശീയ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ 1980 ഡിസംബർ 30 ഗാന്ധിയൻ സോഷ്യലിസം പാർട്ടിയുടെ ഒരു പ്രധാന രാഷ്ട്രീയ സിദ്ധാന്തമായി അംഗീകരിച്ചു എന്നുള്ളതാണ്. പിന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. തൊഴിലാളികളുടെയും കർഷകരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഒരു ജനസംഘടനയാണ് CPI. മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത് അറുതി വരുത്തുക എന്നുള്ളതാണ് CPIയുടെ ലക്ഷ്യം. വ്യക്തി സ്വാതന്ത്ര്യം, പ്രസംഗ സ്വാതന്ത്ര്യം, പത്ര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, രാഷ്ട്രീയമായി സംഘടിക്കാനുള്ള അവകാശം ഇവയെല്ലാം പരിരക്ഷിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പിടിക്കുക എന്നുള്ളതും CPIയുടെ ഒരു ലക്ഷ്യമാണ്. പഞ്ചശീലങ്ങളിൽ അധിഷ്ഠിതമായ സമാധാനപരമായ സഹപ്രവർത്തനമാണ് വിദേശ രംഗത്ത് പാർട്ടി അഭിലഷിക്കുന്നത്. 1964 CPIയുടെ ഒരു പിളർപ്പിന് സാക്ഷ്യം വഹിച്ചു.
പാർട്ടിയുടെ നാഷണൽ കൗൺസിലിന് 32 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് മാറി CPIM എന്നൊരു പാർട്ടി രൂപീകരിച്ചു. CPIM ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവ മുന്നണിപ്പടിയാണ്. തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം സ്ഥാപിച്ചു എന്നതാണ് CPIMന്റെ ലക്ഷ്യം. ഈ പാർട്ടിയുടെ എല്ലാ പ്രവൃത്തികളും മാർക്സിസം ലെനിസത്തിന്റെ തത്വങ്ങളാൽ നയിക്കുന്നു. മനുഷ്യന്റെ ചൂഷണത്തിൽ നിന്ന് വിമോചിക്കുന്നതിനുള്ള ശരിയായ മാർഗം മാർക്സിസം ലെനിസം ആണെന്ന് ഇവരുടെ വാദം. പിന്നെയാണ് BSP, ബഹുജൻ സമാജ് പാർട്ടി. ദേശീയ കക്ഷികളിൽ ഏറ്റവും പുതിയത് ബഹുജൻ സമാജ് പാർട്ടിയാണ്. 1984 ഏപ്രിൽ 14 കാൻഷിറാമാണ് ഈ കക്ഷിക്ക് രൂപം നൽകിയത്. ദളിതരെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെയും ഉണർത്തി സമൂഹത്തിന്റെ മുഖ്യധാരത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഈ കക്ഷിയുടെ പ്രത്യയശാസ്ത്രം. പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം കേന്ദ്ര സംവിധാനം രൂപപ്പെടുത്തി ദളിതരെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതാണ്. ഒരു ദശകത്തിനിടയിൽ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്കിലും പ്രധാന രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ്, BJP, ജനതാദൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ഭാഗധേയങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി BSP വളർന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യാണ്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ റീജിയണൽ പാർട്ടീസ്? പ്രാദേശിക കക്ഷികൾ എന്നാൽ എന്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഭാഷാപരമോ മതപരമോ വംശീയപരമോ ജാതിയമോ സംസ്കാരവുമായ ചില ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് ഈ കക്ഷികൾ. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണം ലഭിക്കുന്നതിനായി ഇവ നിലകൊള്ളുന്നു. സംസ്ഥാന കക്ഷികൾ പ്രധാനമായ ദ്രാവിഡ മുന്നേറ്റ കഴകം, DMK, അഖിലേന്ത്യാ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതേപോലെ തന്നെ തെലുങ്കുദേശം, ആസാം ഗണ പരിഷത്ത്, അകാലിദൾ, നാഷണൽ കോൺഫറൻസ്, ജാർഖണ്ഡ് മുക്തി മോർച്ച, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, പ്രാദേശിക കക്ഷികളിൽ വരുന്നത്. ഇതോടെ ചാപ്റ്റർ അവസാനിച്ചു. ഇനി ഇതിൽ എന്തൊരു സംശയം നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൽ വരുന്ന 1 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡിലാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈഡുകൾ എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ന്യൂസ് സിലബസ് അനുസരിച്ച് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC+2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ അതിൻ്റെ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ നമ്മൾ ഓൺലൈൻ ക്ലാസ് നൽകുന്നു. ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC+2 നൽകുന്നുണ്ട്. ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മൾ ഇതിലേക്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. Okay, thank you.